പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഏത് പ്രായത്തിലാണ് കുട്ടികളെ ഈ പ്യൂബേർട്ടിയെക്കുറിച്ചും അതുപോലെ തന്നെ സെക്സിനെ കുറിച്ചും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന്. യൂഷ്വലി ഒരു 5 വയസ്സ് തൊട്ട് നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാവുന്നതാണ്. പലപ്പോഴും കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങൾ അതിനെക്കുറിച്ചിട്ടുണ്ടാവും. അവരൊരു സംശയം നിങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പം കഴിയുന്നതും കൃത്യമായിട്ടുള്ള ഉത്തരം അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ലോക്കൽ നെയിംസ് ഒന്നും ഉപയോഗിക്കാതെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ നാമം തന്നെ എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം സെക്സ് ഓർഗാൻസിനെ കുറിച്ചായിരിക്കാം, അങ്ങനെ പല സംശയങ്ങൾ അവർക്ക് ഉണ്ടാവാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടികൾ ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ള കുട്ടിയുടെ അടുത്ത് പോയിട്ട് സെക്സ് ഓർഗാൻ കാണിച്ചു തരാനോ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകാനൊന്നും സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ചെറിയ കുട്ടികളിൽ എപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും കാണുന്നതാണ്, അവർ അത്ഭുതപ്പെട്ടു പോകും കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഒരു ക്യൂരിയോസിറ്റീന് പുറത്താണ് അവർ പലപ്പോഴും ചെയ്യുന്നത്. മാത്രമല്ല ഒരു പ്യൂബേർട്ടിയെക്കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ അവർക്ക് നേരത്തെ കൊടുക്കുമ്പം അവർക്ക് അവരുടെ ശരീരത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ബോധം ഉണ്ടാവുകയും പലതരത്തിലുള്ള കമൻസിനൊക്കെ അവർക്ക് അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുകയും ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒഴിവാക്കാനും ഒക്കെ പരിധിവരെ അവരെ ഹെൽപ്പ് ചെയ്യും. കുട്ടികളെ പ്യൂബേർട്ടി ചേഞ്ചസിനെ കുറിച്ച് അവരെ ബോധവൽക്കരാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബോഡിയിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും, ഹെയർ ഗ്രോത്ത് ആവാം, ബ്രസ്റ്റിലുള്ള ചേഞ്ചസ് ആവാം, ഇറക്ഷൻ ആവാം, അതുപോലെ അവരുടെ മെൻ്റൽ സ്ട്രഗിൾസും ഫ്രണ്ട്ഷിപ്പിനുള്ള അവരുടെ സ്ട്രഗിൾസും, അങ്ങനെ ഈ മാറ്റങ്ങളൊക്കെ തന്നെ ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണെന്നുള്ളത് നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക.